ദാവീദിന്റെ ഒരു പ്രാർത്ഥന 51-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് എങ്ങനെയാ? ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ്. നമുക്ക് എന്തെല്ലാം പോരായ്മയും കുറവുകളും പരാജയങ്ങളും ഉണ്ടായാലും ദൈവത്തിൻ്റെ ദയയിലൊന്ന് ആശ്രയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവം നമ്മളെ കഴുകും, ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ ദയയിൽ ആരൊക്കെ ആശ്രയിക്കുന്നുണ്ടോ ദൈവം അവർക്ക് കൃപ കൊടുക്കും. നമ്മുടെ മേൽ ദൈവം എന്തെങ്കിലും അർഹതയില്ലാതിരിക്കുന്ന നമ്മുടെ മേൽ എന്തെങ്കിലും ദൈവം തരുന്നത് തൻ്റെ കൃപ കൊണ്ടാണ്. കൃപ കൊണ്ട്, അവൻ്റെ ദയ കൊണ്ടാണ്. അത് കൃപ തോന്നുന്നത് അവൻ്റെ ദയ കൊണ്ടാണ്. ദയ. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശത്തിലെ വചനം അതാണ്. ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവേ, എന്നോട് ദയയ്ക്ക് തക്കവണ്ണം നിന്റെ ദയ അനുസരിച്ച് എന്നോട് കൃപ തോന്നണം. എൻ്റെ ലംഘനങ്ങളെ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം മായ്ച്ചു കളയണമേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദയ തോന്നിയാൽ നമ്മളെ അംഗീകരിക്കും. ദയ തോന്നിയാൽ നമുക്ക് കൃപ തരും. ദയ തോന്നിയാൽ നമ്മുടെ ലംഘനങ്ങളെ മായ്ച്ചു കളയും. ദയ തോന്നിയാൽ പ്രാർത്ഥന ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ലംഘനങ്ങളെ ക്ഷമിക്കുകയും നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിക്കുകയും നമ്മുടെ കുറവുകളെ ക്ഷമിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളെ തള്ളിക്കളയേണ്ട പ്രാർത്ഥനകളെ തള്ളിക്കളയാതെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. നമ്മുടെ പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദയ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തത്. ആമേൻ. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്താൽ മതി, എൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഒരു ദയ കൊണ്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയില്ല. ദൈവത്തിൻ്റെ ദയ അത്ര വലുതാ. 66-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ആ സങ്കീർത്തനം ഒരുപാട് ശോധനയെ കൂടെ, നീ വെള്ളി ഊതി കഴിക്കുമ്പോൾ ഞങ്ങളെ ശോധന കഴിക്കുന്ന പറഞ്ഞ വാക്യങ്ങളൊക്കെ ഉള്ള സങ്കീർത്തനമാണ്. അതുപോലെ ശോധന കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ഭക്തൻ പറയുകയാണ് 19-20 വാക്യത്തിൽ, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം അവസാനിപ്പിക്കുന്ന തൻ്റെ ആശ്വാസവും ധൈര്യവുമാണ്. എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചിരിക്കുന്നു. കാരണം തൻ്റെ ദയ, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. അവൻ നമ്മുടെ ദയ കാണിക്കും. ഹല്ലേലൂയ. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോട് പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ. യഹോവയെക്കുറിച്ച് പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, യഹോവ ദയയും കരുണയുള്ളവനാ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ ശാഠ്യം കൊണ്ട്, അവരുടെ ദുരാഗ്രഹം കൊണ്ടും ദുർമുഖം കൊണ്ടും വിഗ്രഹത്തെ ഉണ്ടാക്കി, കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്ത് ആരാധിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഞാൻ കൂടെ വരില്ല. ഒടുവിൽ മോശ ദൈവത്തോട് കരഞ്ഞു പറയാം, നിന്റെ സാന്നിധ്യം ഇല്ലേ, അയക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് ദൈവം പറഞ്ഞു, ഞാൻ ദൂതനെ അയച്ചോളാം, നിങ്ങളങ്ങ് പൊക്കോ, വാഗ്ദത്തം പ്രാപിച്ചു, ഞാൻ വരില്ല. മോശ പറഞ്ഞില്ല, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലേ, ഞങ്ങളെ അയക്കരുത്. ദൈവത്തിൻ്റെ മറുപടി ഇതാണ്. യഹോവ ഘോഷിച്ചു പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ പറഞ്ഞു. യഹോവ ഘോഷിച്ചു പറയുക അവൻ്റെ മുമ്പാകെ നടന്നുകൊണ്ട്. എന്താ പറയുന്നറിയാമോ? യഹോവ കരുണയും ദീർഘക്ഷമയും ദയയും മഹാദയയും ഉള്ളവനാണ്. അപ്പൊ ദൈവം ദയവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ പോരാ. നമുക്ക് ആശ്രയിക്കാനുള്ളത് ദൈവത്തിൻ്റെ ദയയിലാണ്. തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാത്ത ദൈവം, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം. അതെ എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളുടെ മേൽ നിന്ന് അവൻ്റെ ദയ എടുത്തു കളയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. 54-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 54-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. 54-ാം അധ്യായം വലിയൊരു പ്രോമിസ് നൽകുന്ന അധ്യായമാണ്. യെശയ്യാ പ്രവാചകന്റെ 54-ാമത്തെ അധ്യായം. വലിയ പ്രതീക്ഷകളാണ്. നിനക്ക് വിരോധം ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. 17-ാം വാക്യം. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ദൈവത്തിൻ്റെ ദയയുടെ ഉറപ്പാ. കാരണം നമ്മൾ ഒരിക്കലും, ഇവിടുത്തെ വൃക്ഷങ്ങളൊക്കെ ചിലപ്പോൾ മാറി കാറ്റടിച്ചു, പക്ഷെ ഒരു മല ഒരിക്കലും മാറത്തില്ല. എത്ര കാറ്റടിച്ചാലും മലയായിട്ട് നിൽക്കും. എന്നാൽ കഥ പറയാണ്, പർവ്വതം അഥവാ മാറിയാലും കുന്നുകൾ നീങ്ങിയാലും കുന്നുകൾ നീങ്ങിപ്പോകും,
നീങ്ങില്ലെന്ന് പറയുന്ന കുന്നുകൾ വരെ നീങ്ങിപ്പോയേക്കാം. പക്ഷെ എൻ്റെ ദയ അതൊക്കെ മാറിയാൽ പോലും, മാറത്തില്ലെന്ന് പറയുന്നവൻ മാറിയാലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ലെന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. അവൻ്റെ ദയ നമ്മളെ ഒരിക്കലും വിട്ടു മാറുകയില്ല. ദാവീദ് താന് വലിയ ഒരു അരമനയൊക്കെ ഉണ്ടാക്കി, വലിയ കൊട്ടാരമൊക്കെ ഉണ്ടാക്കി അതിൽ പാർക്കുന്ന സമയത്ത് വില കൂടിയ മരങ്ങളും ആനക്കൊമ്പുകളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ കൊട്ടാരം ഉണ്ടാക്കി പാർക്കുമ്പോൾ ദാവീദ് പറയുക, യഹോവയുടെ പെട്ടകം തിരശ്ശീലയ്ക്ക് പിന്നിലിരിക്കുന്നു, എനിക്ക് ദൈവത്തിൻ്റെ ആലയം പണിയണം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ ആ ആഗ്രഹങ്ങളെല്ലാം പ്രകടിപ്പിക്കുമ്പോൾ ആഗ്രഹം പറയുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ദൈവം നാഥാനോട് പറഞ്ഞയക്കുകയാണ്, നീ ചെന്ന് ദാവീദിനോട് പറ, നീ ഗ്രഹം പണിയണ്ട, ഞാൻ നിനക്കൊരു ഗ്രഹം പണിത് തരാം. നിന്റെ മനസ്സിലെ ആഗ്രഹം വലുതാണ്. നിന്റെ മകനായ ശലോമോൻ, നിന്റെ മകനെക്കൊണ്ട് ഞാനിത് പണിയിക്കും. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ് 7:15. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ദൈവം ശൗലിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ശൗലിൽ നിന്ന് ദൈവത്തിൻ്റെ ദയ എടുത്തു കളഞ്ഞു. നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം ദയ മാറ്റിയാൽ വളരെയധികം അധപതനത്തിലേക്ക് അവർ നീങ്ങും, ക്ഷയിച്ചു പോകും. ശൗലിൻ്റെ കുടുംബം ക്ഷയിച്ചു പോയില്ലേ? അവൻ്റെ തലമുറ ഉൾപ്പെടെ ഒരു ദിവസം പട്ടുപോയി, ഭ്രാന്തി പിടിച്ചവനെ പോലെയായി. ദൈവത്തിൻ്റെ ദയ ഒരുവന് മാറിപ്പോയാൽ ദൈവം പറയാണ്, ശൗലിൽ നിന്ന് എൻ്റെ ദയ എടുത്ത് കളഞ്ഞതുപോലെ നിന്റെ മകനിൽ നിന്ന് ഞാൻ ദയ എടുത്ത് കളയില്ല, കാരണം നിന്നെ ഓർത്തിട്ടാ. അമ്മേ, ദൈവം മുമ്പാകെ വിശ്വസ്തയോടെ നടന്നു, നീതിയോടെ നടന്നു. ദൈവം തൻ്റെ ദയ എടുത്ത് കളയുകയില്ല. ദൈവം ദയ എടുത്ത് കളഞ്ഞാൽ നമുക്ക് മടങ്ങിവരവ് ഉണ്ടാകില്ല, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദയ നിങ്ങളെ വിട്ടു മാറുകയില്ലെന്നൊരു പ്രോമിസ് ദൈവം പറയുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. 51 സങ്കീർത്തനം 51:11 ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. കർത്താവേ, നീ തള്ളരുത്. നിന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞാൽ ഞാൻ ശേഷം മനുഷ്യനെ പോലെ ആകും, പ്രത്യാശയില്ലാത്ത മനുഷ്യനെ പോലെ നഷ്ടപ്പെട്ടു പോകുവാനിടയാകും. എന്നാൽ നീ എന്നെ തള്ളിക്കളയരുതേ. അതെ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല, അവൻ്റെ ദയ എടുത്തു കളയുകയില്ല. അവന് കരുണ തോന്നും, അവൻ പ്രാർത്ഥന കേൾക്കും. ദയ തോന്നിയാൽ അവൻ പ്രാർത്ഥന കേൾക്കും. ആ പ്രാർത്ഥന ശബ്ദം തള്ളിക്കളയുകയില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിലവിളിച്ചത്? ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിലാണ് കരഞ്ഞത്? ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിലാണ് പ്രാർത്ഥിച്ചത്? എനിക്കറിയില്ല. ഇത് പരിശുദ്ധാത്മ ചിലരുള്ള ദൂതായിട്ട് പറയുകയാണ്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചത്, ഇന്ന് കരഞ്ഞത്, ഇന്ന് വേദനിച്ചത്, ആ വിഷയം, ആ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുകയില്ല. ഇന്നത്തെ ദൂതായത്. ഇപ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ്, നിന്റെ ഇന്നത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുകയില്ല. അതിനുവേണ്ടി അവൻ്റെ ദയ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. അവൻ കേൾക്കും, അവൻ നിങ്ങളുടെ സ്ഥിതി മാറ്റും. മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി 66 സങ്കീർത്തനത്തിൽ 10 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നീ വെള്ളി ഊതിക്കഴിക്കും പോലെ ഞങ്ങളെ ഊതിക്കഴിച്ചു. മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീരും വെള്ളത്തിനും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. യഹോവ ഞങ്ങളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, തൻ്റെ ദയ ഞങ്ങൾ എടുത്തു കളഞ്ഞില്ല. അതെ, നിങ്ങളുടെ മേലിൽ നിന്ന് ദൈവത്തിൻ്റെ ദയ മാറിപ്പോകുകയില്ല. കുന്നു മാറിയാലും പർവ്വതം മാറിയാലും മനുഷ്യൻ മാറിയാലും ദൈവത്തിൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറുകയില്ല. പ്രിയ കർത്താവേ, ഈ ഞായറാഴ്ച ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്ന് ദൈവത്തിൻ്റെ ദയ, അകലാത്ത ദൈവത്തിൻ്റെ ദയ, മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ കരുണ ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. അവരുടെ പ്രാർത്ഥന തള്ളിക്കളയാതെ, ഇന്ന് പ്രാർത്ഥിച്ച അവരുടെ വേദനയുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയരുതേ. കർത്താവ് ഉപേക്ഷിക്കരുതേ. ഇന്നൊരു മറുപടി ആ വിഷയത്തിൽ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങൾ അതിൻ്റെ മറുപടി വെളിപ്പെട്ട് വരട്ടെ. ഇന്നത്തെ പ്രാർത്ഥന തള്ളിക്കളയാതെ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ, ഒരു മറുപടി. കർത്താവേ, ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുമ്പോൾ കർത്താവ് നിന്റെ മക്കളുടെ പ്രാർത്ഥന തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. കർത്താവ് അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അറിയാമല്ലോ, ഞായറാഴ്ചയാണ്. ഇന്ന് വൈകിട്ട് 8:45 മുതൽ 9:45 വരെ നമ്മുടെ ഓൺലൈൻ വർഷിപ്പും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡെലിവറൻസ് മെസ്സേജും ഉണ്ട്. പുതിയ മാസത്തിലേക്കുള്ള കാൽ വയ്ക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ന്യൂ മെസ്സേജ്
ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ കേൾക്കാം. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. സൂമിലൂടെയാണ്. അതിൻ്റെ ഐഡിയും പാസ്വേഡും ലിങ്കും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ലിങ്കും ഐഡിയും അയച്ചു തരാം. നിങ്ങൾ ജോയിൻ ചെയ്യണം. ഈ സന്ദേശം കുറച്ചുപേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് സൺഡേ.